ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ അടിപൊളി 2 ഫിഷ് ഗ്രിൽസാട്ടോ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഒരു അറബിക് സ്റ്റൈലും ഒന്ന് നോർമൽ സ്പൈസി ഗ്രില്ലും. അപ്പോൾ അതും വിത്തൗട്ട് ഓവനാണ്. നമുക്ക് ഗ്രില്ലറോ ഓവനോ ഒന്നും വേണ്ട. തവയിൽ വെച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇതുപോലത്തെ മീനാട്ടോ എടുത്തത്. ശരി, നിങ്ങൾക്ക് ഏത് മീനും എടുക്കാം. നാട്ടിൽ നമ്മളെ ഈ ആവോലിയൊക്കെ കിട്ടുമല്ലോ ചെറുത്, അതൊക്കെ ബെസ്റ്റ് ആട്ടോ. അത് ഞാൻ ഒന്ന് മുഴുവൻ എടുത്തിട്ടുണ്ട്, ചെറുതൊന്നും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ നമ്മൾ ബട്ടർഫ്ലൈ കട്ടില്ലേ, നമ്മൾ കടയിൽ നിന്നൊക്കെ ചിലപ്പോൾ അങ്ങനെ കഴിക്കല്ലേ, ഇതാ അങ്ങനെ കിട്ടൂലേ, അങ്ങനെയൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറുത് കാണിച്ചു തരാനാണ്. എങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇനി നമ്മളെ സാധാ ആവോലിയോ അക്കൂറിയൊക്കെ സ്ലൈസ് ചെയ്തിട്ട് ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യൂലേ, അതും വേണമെങ്കിലും ചെയ്യാം. ഇത് ഞാനിപ്പം ഗ്രീൻ ചില്ലി വെച്ചിട്ട് ഒരു ഗ്രീൻ പേസ്റ്റൊക്കെ വെച്ചിട്ടുള്ള ഗ്രില്ലാട്ടോ ചെയ്യാൻ പോണേ. ആദ്യം നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. നോക്കിയിട്ട് ഓരോരുത്തർ ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ വെച്ചിട്ട് ഉപ്പും ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചെടുത്താണ് അതിട്ട് കൊടുക്കുന്നത്. അതും അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ് ഒഴിച്ചെടുക്കുകയാണ്. പിന്നെ 1 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിൽ. ഇത് മൂന്നും കൂടി മീനിലേക്ക് നന്നായിട്ട് പിടിക്കണം കേട്ടോ. മസാല തേച്ച് നല്ലൊരു മണമൊക്കെ ആയിരിക്കും കേട്ടോ, നല്ലൊരു ഫ്ലേവറും കൊടുക്കും. ഇത് മൂന്നും കൂടി ഇതിലേക്ക് പിടിച്ചുകൊണ്ട് നന്നായി വരങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുഴുവനായിട്ട് എടുത്ത് കണ്ടോ, ഇതുപോലെ വരങ്ങിയതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിപ്പിച്ചെടുക്കണം. ഓക്കെ, ഇനി ഇതൊരു 10 മിനിറ്റ് ഇവിടെ വെക്കട്ടെ. ഇനി നമുക്ക് ഇത് മൂന്നും കൂടി ഒന്ന് നന്നായി ചതച്ചെടുത്ത് കൊണ്ടുവരണേ. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഞാൻ എരിവിന് പച്ചമുളകാണ് എടുത്തത്. ഇത് ഒരു 6-7 എണ്ണം നിങ്ങൾ എരിവിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ ഒരു 5-8 ഇല ചെറിയൊരു പിടി പുതിന, പിന്നെ കുറച്ച് ഒരു അത്യാവശ്യം വലിയ പിടി മല്ലിയില. ഇത് മൂന്നും കൂടി ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരെ. ഞാനിത് ചതച്ചെടുത്തുകൊണ്ട് പച്ചമുളക്, മല്ലിയിലയും പുതിനയും ഇത് നമ്മൾ നന്നായിട്ട് മീനിലേക്ക് തേച്ച് കൊടുക്കട്ടെ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർക്കുകയാണേ. കുരുമുളക് പൊടിയും അതേപോലെ ഇത് ഓപ്ഷണലാണ്. ഇത്തിരി അറബിക് മസാല ആണ്. നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമുള്ളതിനനുസരിച്ച് ചേർക്കാം. ഗരം മസാല ചേർക്കേണ്ടവർക്ക് അത് ചേർക്കാം. അതേപോലെ നമ്മൾ ഈ പിസയിലൊക്കെ ചേർക്കുന്ന ഒറിഗാനോ ഇല്ലേ, അത് ഞാൻ ഇതിൻ്റെ മുന്നേ ചേർത്തിനു. അത് ചേർത്തിട്ട് നല്ല ടേസ്റ്റായും അത് ചേർക്കാം. ഇനി ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിനി എല്ലാ ഭാഗത്തേക്കും എല്ലാം കൂടെ ഒന്ന് തേച്ച് കൊടുക്കട്ടെ. ഇതാ നന്നായി നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ പിടിപ്പിക്കണം കേട്ടോ, ഉള്ളിൽ തലേൻ്റെ ഭാഗത്ത് ഒക്കെ. നിങ്ങളിനി മറ്റേ സ്ലൈസില്ലേ, ചെറിയ സ്ലൈസാണ് എടുക്കുന്നതെങ്കിൽ ഇറച്ചി മാത്രമല്ല, അതാണെങ്കിൽ ചെറുനാരങ്ങ ഇത്തിരി കുറച്ചാലാണ് കേട്ടോ. ഞാനൊരു ടേബിൾ സ്പൂൺ എടുത്ത് ഒരു 2 ടീസ്പൂണൊക്കെ മതി. കാരണം ഇതിൽ തലയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിക്കാൻ ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്ത്. മറ്റേ ചെറിയ ഇത് മാത്രമല്ലേ, അപ്പോൾ 2 ടീസ്പൂൺ മതിയോ. ഓക്കെ, അങ്ങനെ നന്നായി പിടിച്ചിട്ട് ഇതൊരു മിനിമം 1 മണിക്കൂർ, കൂടിയ നിങ്ങൾക്ക് 2-3 മണിക്കൂറൊക്കെ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് ഇതൊന്ന് പിടിക്കും കേട്ടോ. ഓക്കെ, ഞാനിതിങ്ങനെ വെക്കട്ടെ. 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ മസാല ഒക്കെ മീനിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവൻ്റെ അല്ല ഗ്രില്ല് ചെയ്യുന്നത്, തവ ഗ്രില്ല് ചെയ്തെടുക്കേ. ഞാനിതാ വലിയ അടി പരന്നിട്ടുള്ളൊരു ഫ്രൈ പാൻ എടുത്തോളൂ കേട്ടോ. നിങ്ങൾ നല്ല പരന്നിട്ടുള്ള, എൻ്റെ അടുത്ത് അത്ര പരന്ന ഫ്രൈ പാൻ ഇല്ലാത്തതുകൊണ്ട് ഞാനിതാ സോസ് പാനാണ് വെച്ചത്. എന്തായാലും മതി, ഫ്രൈ പാൻ ആണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണ് 2 വരെ എടുക്കാം ഒലീവ് ഓയിൽ ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മീനില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഞാൻ മീൻ ഇതിലിട്ട് ഇനി ഹൈ ഫ്ലെയിമിൽ 2 ഭാഗം ഓരോ മിനിറ്റ് 1 മിനിറ്റ് 2 കൂടി മതി. ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഇട്ടിട്ട് തിരിച്ച് മറച്ചു എടുക്കുക കേട്ടോ. ഫസ്റ്റിൽ ഹൈ ഫ്ലെയിമിൽ ഇടണേ. 1 മിനിറ്റ് കഴിഞ്ഞ് മറ്റേ ഭാഗം ഒന്ന് മറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞ് 1 മിനിറ്റ് കഴിഞ്ഞ് ചെറിയ തീയിൽ ഏറ്റവും സ്ലോയിലേക്ക് ആക്കി കൊടുത്ത് തീ. എന്നിട്ട് ഞാനിതാ ഒരു
നമ്മളിതൊന്ന് ഒരു സ്മോക്ക് ചെയ്യാൻ പോവുകയാണ്. ചാർക്കോൾ ഇട്ടിട്ട് ഞാനൊരു അലൂമിനിയം ഫോയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കത്തിച്ച് വെച്ചൊരു ചാർക്കോളിൻ്റെ പീസ്, ചിരട്ടൻ്റെ കത്തിച്ചാലും മതി കേട്ടോ. ഇതില്ലാത്തവർക്ക് ഇത് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. പോട്ടിൽ അടിച്ചു കൊടുക്കും. പറയാൻ ഇനി ഒരു 3-5 മിനിറ്റോളം തന്നെ ഈ ചെറിയ തീയിൽ ഇതൊന്നാവട്ടെ കേട്ടോ. അതിൻ്റെ ആ പുകൻ്റെ അതൊക്കെ മീനിന് പിടിക്കുകയും ചെയ്യും, മീനൊക്കെ നന്നായി വേവുകയും ചെയ്യും. ഒരു 3-4 മിനിറ്റോളായിട്ടോ, ഇത്ര മതി. ഇതിനെ ഞാൻ എടുത്ത് മാറ്റുകയാണേ. എന്നിട്ടിനി നമ്മൾ മീനൊന്ന് മറിച്ചിട്ടെടുക്കാം. ഞാൻ മറിച്ചിട്ടു. ഞാൻ ഈ ചാർക്കോളൊക്കെ എടുത്ത് മാറ്റി. ഒരു ഭാഗം നന്നായി മൊരിഞ്ഞുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടി ഒന്ന് മൊരിച്ചാൽ നമ്മൾ മീനൊക്കെ വെന്തുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 4-5 മിനിറ്റോളം ചെറിയ തീ കിടന്ന് മീൻ വെന്തു. ഇനി അടിഭാഗം ഞാനിപ്പോൾ മറിച്ചിട്ട് മറ്റേ ഭാഗം ഒന്നുകൂടി മൊരിഞ്ഞെടുത്താൽ നമുക്ക് മീൻ മാറ്റാം കേട്ടോ. തീ ഓഫ് ചെയ്യുക. നമ്മുടെ ഫിഷ് എല്ലാം ഗ്രില്ലായി വന്നിട്ടുണ്ട്, വെന്തുണ്ട്. ഇപ്പോൾ ഒരു ടോട്ടലി ഒരു 6 മിനിറ്റ് ആയി ഉണ്ടാവുമായിരിക്കും. അത്രേ എടുത്തിട്ടുള്ളൂ. ചെറിയ മീനാട്ടോ. ഇനി വലിയ മീനൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് എടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് മാറ്റുകയാണേ. ഉണ്ടാകാം എല്ലാം മാറ്റട്ടെ. നമ്മുടെ 3 ഇവിടെ ഗ്രില്ല് ചെയ്തെടുത്തിട്ടോ. അടിപൊളി ടേസ്റ്റ്. നമ്മൾ ഒരു അറബിക് ടേസ്റ്റ് ആട്ടോ. ഇനി വരെ നമ്മൾ സ്മോക്കൊക്കെ കൊടുത്തതിനെ കൊണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പെട്ടെന്നാവും. ഓയിലൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, ഇത്രയും സിമ്പിളാണ്. ഇനി നമുക്ക് നല്ല സ്പൈസി ഫിഷ് ഗ്രില്ല് ഉണ്ടാക്കാം കേട്ടോ. അത് ഞാൻ എടുത്ത് ഇതുപോലത്തെ മീൻ 3 പീസ് മീൻ എടുത്തുകൊണ്ട് ശരിയാണ് എടുത്തത്. ഏത് മീനും ഉപയോഗിക്കാം. പിന്നെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വലിയത് കട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റ് കിട്ടുക. ചെറുതാകുമ്പം പൊടിഞ്ഞു പോകും. ഞാൻ കാണിച്ചു തരാൻ വേണ്ടി കട്ട് ചെയ്താണ്. ഓക്കെ, ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിടുകയാണ്. 1/2 ടീസ്പൂണ് 3/4 ടീസ്പൂൺ ഉപ്പോളം മതിയാവും. നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഉപ്പ് വരട്ടി അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കുകയാണേ. 3 കൂടിയാക്കി. പിന്നെ അത് ഒരു 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ. ഇത് ക്രഷ് ചെയ്ത ആയാലും മതി കേട്ടോ. ഇതേപോലെ ഇത്തിരി ചതച്ചെടുത്ത മുളക്, നമ്മളെ വറ്റൽ മുളക് ചതച്ചത്, ഇതും കൂടി ഞാൻ നന്നായിട്ടൊന്ന് മീനിലേക്ക് ചെറുനാരങ്ങ നീരും കുരുമുളക് പൊടിയും വറ്റൽമുളക് ചതച്ചുകൂടി തേച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. നാരങ്ങനീരും കുരുമുളക് പൊടിയും നമ്മൾ ക്രഷ്ഡ് വറ്റൽമുളകില്ലേ, വറ്റൽമുളക് ചതച്ചത്, അതെല്ലാം കൂടെ ഒന്ന് നല്ലോണം ഇതിൻ്റെ ഉള്ളിലൊക്കെ വരട്ടി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു 5-8 മിനിറ്റായി. നന്നായി ഇതൊക്കെ പിടിച്ചു കണ്ടിട്ടോ. ഇതിൽ വറ്റൽമുളക് ഞാൻ 1 ടീസ്പൂണാണ് എടുത്ത്, നേരത്തെ പറഞ്ഞില്ല അളവ്. ഇനി ഞാനിതാ 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചത് അത് ഇടുന്നുണ്ട്. എൻ്റെ കൂടെ തന്നെ ചില്ലി പേസ്റ്റ്. ഇതൊന്നുമില്ല, നമ്മളെ വറ്റൽമുളക് ഞാൻ ചുടുവെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. ഒരു 1/4 ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചിട്ടുണ്ടായി ചുടുവെള്ളത്തിൽ. എന്നിട്ട് ആ വെള്ളം ഇത്തിരി കൂട്ടിയിട്ട് നന്നായി പേസ്റ്റ് ആക്കി എടുത്താണ്. ഇത് 1 ടേബിൾ സ്പൂണ്. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഇതുകൂടി ചേർന്നിട്ട് 3 കൂടി നന്നായി മിക്സ് ചെയ്യണേ. എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുക്കണം, ഉള്ളിലും തലൻ്റെ ആ ഭാഗത്ത് ഒക്കെ കേട്ടോ. കണ്ടോ, നല്ലോണം മസാല ഉള്ളിൽ മീൻ്റെ ഉള്ളിലേക്കൊക്കെ നിങ്ങൾ തേച്ച് കൊടുക്കണം കേട്ടോ. ആ തലഭാഗമൊക്കെ തേച്ച് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മളെ സ്പൈസി മസാല കേട്ടോ, റെഡ്. ഇത് നന്നായി ഇനി കവർ ചെയ്തിട്ട് മിനിമം 1 മണിക്കൂർ വെക്കണം. 2 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ലത്. ഫ്രിഡ്ജിൽ വെക്കട്ടെ. നമ്മുടെ റെഡ് ചില്ലി സ്പൈസി ഗ്രില്ലിന് മസാല വെച്ച് നന്നായി പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു തവയിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് അതൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നല്ല തീയിലേക്ക്, നല്ല ചൂടാണ്, ഫുൾ ഫ്ലെയിമിൽ നമ്മൾ മീൻ ഇട്ടുകൊടുക്കുക.
ഇതാ ഞാൻ ഫുൾ ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റ് ആയപ്പോൾ ഞാൻ മറിച്ചിട്ടുണ്ട്. ഇനി ഞാനിത് എന്താണെന്നറിയാം, അടിച്ച് വെച്ചിട്ട് തീ കുറച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാൻ പോവാണ്. അപ്പോൾ മീൻ ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടും. ഓക്കെ, 4 മിനിറ്റ് ആയിട്ടോ. അപ്പോൾ ഉള്ളൊക്കെ നന്നായി വെന്തിണ്ടാവും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് 2 ഭാഗവും മൊരിച്ചെടുത്താൽ മാത്രം മതിയേ. അപ്പോൾ ഞാനൊന്ന് മറിച്ചിടട്ടെ. കണത്തിൽ തീ കൂട്ടി കൊടുത്തിട്ട് കരിഞ്ഞു വരുന്നത് തീ കൂട്ടി കൊടുത്തു. ഓക്കെ, നമ്മുടെ മീനൊക്കെ നന്നായി ഗ്രില്ലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റേ. ഇത് നേരത്തെ പോലെ തന്നെ നിങ്ങൾക്ക് സ്മോക്ക് ചെയ്താലും നല്ല ടേസ്റ്റ് ആട്ടോ. ഞാൻ ഒന്ന് ചെയ്തോണ്ട് ഒന്നും ചെയ്തില്ല, നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുറച്ച് എരിവൊക്കെ ഉള്ള സ്പൈസിയാണ്. ഇതാ നമ്മുടെ ഗ്രീൻ ചില്ലി ഫിഷ് ഗ്രില്ലും റെഡ് സ്പൈസി ഗ്രില്ലും ഇവിടെ റെഡി ആട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.